പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിരിക്കുന്നത് മീൻ കറിയും കപ്പയുമാണ്. അതായത് നമ്മൾ തലേദിവസം വെച്ച കുറച്ച് കപ്പ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടാക്കി. അപ്പോൾ അതിനോടൊപ്പം തന്നെ മീൻ കറി വെച്ചു. 2 ഐക്കൂറ കുഞ്ഞുങ്ങളാണ്, വലിയ മീനൊന്നുമല്ല, ചെറുതാണ് ഐക്കൂറയുടെ. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫുഡാണല്ലോ. നമ്മുടെ മലയാളികളുടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു ഫുഡ് തന്നെയാണ് കപ്പയല്ലേ. ആ കപ്പ എന്താണേലും നമ്മൾ കളയാൻ വഴിയില്ല. മിച്ചം വന്നാൽ പോലും അത് സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ നമ്മൾ ചൂടാക്കിയൊക്കെ കഴിക്കലുണ്ട്. അപ്പോൾ ഇതാണ്, വലിയതൊന്നുമല്ല, കുഞ്ഞുങ്ങളാണ്. അപ്പം കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ വലിയ രുചിയൊന്നുമില്ല. വലിയ മീൻ ഇതിൻ്റെ വലിയ സൈസിനാണല്ലോ നല്ല ടേസ്റ്റ്, അതിൻ്റെ തലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇത് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അത്ര വലിയ രുചിയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അതിങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പം വലിയ ഐക്കൂറയുടെ ഒക്കെ ആണെങ്കിൽ തലയ്ക്കൊക്കെ നല്ല ടേസ്റ്റുമാണ്, നല്ല മീറ്റും ഉണ്ടല്ലോ. ഇതിനകത്ത് പിന്നെ അധികം മീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പം ഐക്കൂറയുടെ തലയൊന്നും നമുക്ക് വാങ്ങാൻ പോലും കിട്ടത്തില്ല. പണ്ടൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടാൻ പോലും ഇല്ല മാർക്കറ്റിലൊന്നും. അത് അന്നേരം തന്നെ എല്ലാം നമുക്കറിയാമല്ലോ, പെട്ടെന്ന് സെയിലായി പോകുന്നൊരു സംഭവമാണ്. പക്ഷേ മീനിൻ്റെ കഷ്ണം കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഐക്കൂറയുടെ തല കഴിക്കുന്നത് അല്ലേ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കുറേ കാലമായി നമുക്ക് കിട്ടിയിട്ടത്. പണ്ടൊക്കെ ഈസിയായിട്ട് കിട്ടുമായിരുന്നു, ഇപ്പം കിട്ടുന്നില്ല അങ്ങനെ. അപ്പോൾ അത് ചെറിയ പീസുകളൊക്കെ ആക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. രണ്ടും അതുപോലെ ഞാൻ ക്ലീൻ എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്തതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൺചട്ടിയിലിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി ഉപ്പിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്മെല്ല് കുളുമ്പുവാനൊക്കെ ആണെങ്കിൽ ഒന്ന് പൊക്കോളും. അപ്പോൾ നന്നായിട്ടതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ഇതൊക്കെ 2-3 വട്ടം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഏത് മീനാണേലും മത്തിയൊക്കെ ആണെങ്കിലും നമ്മൾ ഉപ്പുകല്ലൊക്കെ ഇട്ടിട്ടാണല്ലോ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ആ ഉളുമ്പ് മത്തിക്കൊക്കെ പ്രത്യേകം അറിയാലോ, കുറച്ച് സ്മെല്ല് അധികമുണ്ട്. ഇതിനത്രേ ഇല്ല, എന്നാൽ പോലും ഉപ്പിട്ടൊക്കെ കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് പെട്ടെന്ന് കറി വെക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ വഴറ്റുന്നത്. മൺചട്ടി ആയതുകൊണ്ട് കണ്ട പുക വരുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേനും ഒരു 5-6 ചുവന്നുള്ളിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ആ ചുവന്നുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ കുറേ കാലം ഫിഷ് മസാല വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഫിഷ് മസാല ഉപയോഗിച്ച് ഞാൻ കറി വെക്കലേ ഇല്ലേ. 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. തൃപ്തി എന്ന് പറയുന്നതാണ്. തൃപ്തി ഞങ്ങളുടെ നാട്ടിൽ പോയപ്പോൾ മേടിച്ചാണ്. അതുകൂടെ ഇങ്ങനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മുളക് പൊടി ചേർത്തിട്ട് ഞാൻ വെക്കൽ. കാരണം ഇത് നമുക്ക് മോന് പുറത്തേക്ക് പോയപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മേടിച്ചപ്പോൾ മിച്ചം വന്ന് കൊണ്ടുപോകാൻ, വെയിറ്റ് അധികമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫിഷ് മസാല ഇട്ടിട്ട് കറി വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പൊടിക്കുന്ന മസാലയൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മസാല ഇങ്ങനെ ചേർക്കലില്ല. ഉപ്പും പുളിയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുടംപുളി ഞാൻ 2 പീസ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണമല്ല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്തതിന് ശേഷം അതുകൂടെ വലിയ തണുപ്പില്ല, ചെറിയ ഇളം ചൂടോടെയുള്ള വെള്ളമാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് മീനൊക്കെ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവായും അതുപോലെ തന്നെ കടുകും കൂടെ പൊടിച്ച് വെച്ചതാണ്. അത് ഒരു
സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണത് എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ചട്ടിക്കകത്തിരുന്ന് തന്നെ അതൊന്ന് കുറച്ച് സമയം ഇതൊന്ന് വറ്റി വരും. കറിവേപ്പില ഒരല്പം ചേർത്ത് കൊടുക്കുക. അപ്പം മീൻകറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പ തലേദിവസം വേവിച്ചത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. കുറച്ച് മിച്ചം വന്നിട്ട് അപ്പോൾ അത് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കുവാണേ. ഇതുപോലെ പാനിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ലേശം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പടപടയെന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന കണ്ടില്ലേ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് 1 സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞതും ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈസി ആയിട്ട് ചൂടാക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ചൂടാക്കും, ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ട്. പക്ഷേ ഒരു ആവി വെള്ളം തട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. മറ്റേതല്ലെങ്കിൽ ആവി വെള്ളം തട്ടുമ്പോൾ ഒരു വെള്ളം പിടിച്ചിട്ട് വേറെ ഒരു ടേസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ കപ്പ തയ്യാറായിട്ടുണ്ട്. ഹസ്ബൻഡ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പുള്ളിക്കാരൻ വന്നിരുന്നപ്പോൾ കപ്പ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം കപ്പയും മീനും കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കുന്ന ഒരു ഭാഗമാണിത്. രാവിലെ എല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ കഴിക്കലൊക്കെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് തിരക്കൊന്നും ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് അന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. മീൻകറി ഉള്ളപ്പോൾ പിന്നെ ഇച്ചിരി കപ്പ ഏതൊക്കെയാലും മിച്ചം ഇരിപ്പുണ്ട്, ഇങ്ങനെ കളയാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ചപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രുചിയൊക്കെ ഉണ്ട്. മീനും കപ്പയല്ലേ, നമ്മുടെ നാടൻ ഫുഡ്, അതാരും ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. ചോറിനേക്കാളൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പോൾ എല്ലാവർക്കും കപ്പയാണ് ഇഷ്ടം അല്ലേ. പക്ഷേ രാവിലെ നമുക്കങ്ങനെ ഒരുപാട് കഴിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ പോലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കലുണ്ട്. ഉച്ച സമയത്ത് ചോറിന് പകരമായിട്ടൊക്കെ ഞങ്ങൾ കപ്പ കഴിക്കും. അപ്പോൾ ചോറ് കഴിക്കണ്ടല്ലോ. അപ്പം നല്ല അടിപൊളി രുചിയായിരുന്നു കപ്പയും മീൻ കറിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഇപ്പം മക്കൾ 2 പേരും ഇല്ല. അപ്പോൾ പിന്നെ ഫുഡൊന്നും അധികം ഉണ്ടാക്കിയാൽ ഇപ്പോൾ ചിലവാകാൻ വഴിയില്ല. കാരണം മക്കളും ഇല്ലല്ലോ കഴിക്കാൻ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ട് അടുക്കളയിൽ പെരുമാറ്റമൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മിച്ചം വരുന്നതൊക്കെ ചൂടാക്കിയൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രീതി. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.